എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കോശത്തെ പറ്റിയാണ്. കോശത്തിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന്. ആദ്യ പാർട്ടുകൾ നമ്മൾ കോശത്തെ പറ്റിയും കൂടാതെ കോശാംഗങ്ങളെ പറ്റിയും ചർച്ച ചെയ്തു. ഈ ക്ലാസ്സിൽ കോശ വിഭജന രീതിയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ക്ലാസ് ആദ്യാവസാനം വരെ എല്ലാവരും കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കിയേ, ആദ്യം തന്നെ കോശ വിഭജന രീതിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ പറയുന്ന കാര്യമാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഏകകോശ ജീവികൾ യൂണിസെല്ലുലാർ ഓർഗാനിസവും, രണ്ട്, ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസവും. എന്താണ് ഈ ഏകകോശ ജീവി എന്ന് പറയുന്നത്? ആ പേരിനകത്ത് തന്നെ ഉണ്ട്. ഒരു കോശം മാത്രമുള്ള ജീവികളെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഏകകോശ ജീവികൾ എന്ന്. അപ്പൊ ഒരു കോശം മാത്രമുള്ള ജീവികൾ അറിയപ്പെടുന്നത് ഏകകോശ ജീവികൾ. ഇനി ഇതല്ല നമുക്ക് വേണ്ടുന്നത്. ഏകകോശ ജീവികൾക്ക് ഉദാഹരണം, അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏകകോശ ജീവി അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏകകോശ ജീവി ഏത്? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എഴുതാൻ അറിയണമല്ലോ. അങ്ങനെയെങ്കിൽ ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്ന്, അമീബ. രണ്ടാമത്തത് പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. അപ്പൊ ഏകകോശ ജീവികൾ ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തതാണ് ബഹുകോശ ജീവികൾ. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? മനുഷ്യരല്ലേ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയെല്ലാം ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. ഇത് SCERT-യിലും NCERT-യിലും കൊടുത്തിട്ടുള്ള ഭാഗമാണ്, ഓർത്തിരുന്നോണം. അപ്പൊ എന്താണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്? ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. ഉദാഹരണം ഇമ്പോർട്ടന്റ് ആണ്. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. ഇനി ബഹുകോശ ജീവികൾ രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ഉദാഹരണം സസ്യങ്ങൾ, ജന്തുക്കൾ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഈ കോശ വിഭജന രീതിയെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം അറിയണം. വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ. എന്താണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ എന്ന് പറയുന്നത്? ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെ അറിയപ്പെടുന്ന പേരാണ് മൂലകോശങ്ങൾ അല്ലെങ്കിൽ വിത്തുകോശങ്ങൾ. വിത്തുകോശങ്ങളായാൽ അല്ലെങ്കിൽ മൂലകോശങ്ങൾക്ക് ഏത് കോശമായും മാറാൻ കഴിവുണ്ട്. ക്ലിയർ ആയോ? അപ്പം വിത്തുകോശം എന്താണ്, മൂലകോശം എന്താണെന്നൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് സെൽ സൈക്കിൾ അല്ലെങ്കിൽ കോശചക്രം. നമ്മൾ പറഞ്ഞു ഒരു വിഭജനം മുതൽ, ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ ഡിവിഷൻ മുതൽ അടുത്ത വിഭജനം വരെ, അടുത്ത ഡിവിഷൻ വരെ ഓരോ കോശവും വിധേയമാകുന്ന മാറ്റങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് കോശചക്രം അല്ലെങ്കിൽ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് കോശചക്രം അല്ലെങ്കിൽ സെൽ സൈക്കിൾ? ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ ഓരോ കോശവും അതിനനുഭവപ്പെടുന്ന അല്ലെങ്കിൽ കോശവും വിധേയമാകപ്പെടുന്ന മാറ്റങ്ങളെ അറിയപ്പെടുന്ന പേരാണ് കോശചക്രം അല്ലെങ്കിൽ സെൽ സൈക്കിൾ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ മെയിൻ ആയിട്ട് ചോദിക്കുന്നതാണ് പ്രോകാരിയോട്ടുകളിലെ കോശ വിഭജന രീതി ഏതാ? ദ്വിവിഭജനമാണ്. പ്രോകാരിയോട്ടുകളിലെ കോശ വിഭജന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ദ്വിവിഭജനമാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ യൂകാരിയോട്ടുകളുടെ കോശ വിഭജന രീതി എന്താണ്? യൂകാരിയോട്ടുകളില് ക്രമഭംഗവും ഊനഭംഗവുമാണ്. രണ്ട് രീതിയാണ്, ക്രമഭംഗവും ന്യൂനഭംഗവും. യൂകാരിയോട്ടുകളുടെ കോശ വിഭജന രീതി അല്ലെങ്കിൽ സെൽ ഡിവിഷൻ രണ്ട് രീതിയിലാണ്, ക്രമഭംഗം, ഊനഭംഗം. അല്ല എങ്കിൽ മൈറ്റോസിസും മിയോസിസും. ക്രമഭംഗം, ഊനഭംഗം അല്ല എങ്കിൽ മൈറ്റോസിസും മിയോസിസുമാണ് യൂകാരിയോട്ടുകളിലെ കോശ വിഭജന രീതി. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആ. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. പ്രോകാരിയോട്ടുകളിലെ കോശ വിഭജന രീതി ഏതാണെന്ന് ചോദിച്ചാൽ ദ്വിവിഭജനമാണ്. യൂകാരിയോട്ടുകളിലെ കോശ വിഭജന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? യൂകാരിയോട്ടും പ്രോകാരിയോട്ടും എല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലെ? ട്രൂ കോശങ്ങളുള്ളവ, അതേപോലെ ഫാൾസ് കോശങ്ങളുള്ളവ. അപ്പൊ യൂകാരിയോട്ടുകളിലെ കോശ വിഭജന രീതി ഏതാണ്? ക്രമഭംഗവും ഊനഭംഗവുമാണ്. ഇനി ഈ ഒരു കോശ വിഭജനം മൂലം ഉണ്ടാകുന്ന കോശത്തെ അറിയപ്പെടുന്ന പേര്
ഡോട്ടർ സെൽസ് അല്ലെങ്കിൽ പുത്രികാ കോശം എന്നാണ്. എല്ലാവർക്കും അറിയാം, കോശ വിഭജന ഫലമായി ഉണ്ടാകുന്ന കോശത്തെ അറിയപ്പെടുന്നത് എന്താണ്? പുത്രികാ കോശം അല്ലെങ്കിൽ ഡോട്ടർ സെൽ എന്നാണ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ഇത്രയും ക്ലിയർ ആയെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ കോശ വിഭജനത്തിനായി തയ്യാറെടുക്കുന്ന ഒരു ഘട്ടമുണ്ട്. കോശ വിഭജനത്തിനായി തയ്യാറെടുക്കുന്ന ഈ ഒരു ഘട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് ഇന്റർഫേസ്. അപ്പം കോശ വിഭജനത്തിനായിട്ട് തയ്യാറെടുക്കുന്ന ഘട്ടത്തെ അറിയപ്പെടുന്ന പേര് ഇന്റർഫേസ് ആണ് എങ്കിൽ കോശ വിഭജന ഘട്ടത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കോശ വിഭജന ഘട്ടത്തില് പ്രധാനമായും 2 മാറ്റങ്ങളാണ്. അതിലൊന്ന് ന്യൂക്ലിയസിന്റെ വിഭജനം അല്ലെങ്കിൽ മർമ്മ വിഭജനം. ന്യൂക്ലിയസിന്റെ വിഭജനം എന്നല്ല മർമ്മ വിഭജനം എന്നാ കൊടുത്തിരിക്കുന്നെങ്കിൽ ഓർത്തോളുക, ഇത് രണ്ടും എന്താണ്? കാരിയോകൈനേസ് ആണ്. രണ്ടും സെയിം ആണ്. ന്യൂക്ലിയസിന്റെ വിഭജനം അല്ലെങ്കിൽ മർമ്മ വിഭജനം. ഈ ന്യൂക്ലിയസിന്റെ വിഭജനം കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് എന്താണ്? കോശദ്രവ്യ വിഭജനമാണ് അല്ലെങ്കിൽ സൈറ്റോകൈനേസിസ് ആണ്. ക്ലിയർ ആയോ ഈ 2 കാര്യങ്ങളും? കോശ വിഭജന ഘട്ടത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ന്യൂക്ലിയസിന്റെ വിഭജനം നടക്കും, 2 എന്ന് പറയുന്നത് കോശദ്രവ്യ വിഭജനം നടക്കും. ഓക്കെ ആണ്? അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചു ക്രമഭംഗവും ഊനഭംഗവും. ക്രമഭംഗമാണ് എന്ത്? മൈറ്റോസിസ് എന്നറിയപ്പെടുന്നത്. മൈറ്റോസിസ് എന്നറിയപ്പെടുന്നതാണ് ക്രമഭംഗം. ജന്തുകോശങ്ങളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ച വ്യക്തി ആരാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ജന്തുകോശങ്ങളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ച വ്യക്തി ആരാണ്? അത് ഫ്ലെമിംഗ് ആണ്. ഏത് വർഷമാണ്? 1879 1879 ഫ്ലെമിംഗ് ആണ് ജന്തുകോശങ്ങളിൽ മൈറ്റോസിസ് ആദ്യമായിട്ട് നിരീക്ഷിച്ചത്. ഇനി സസ്യകോശങ്ങളിൽ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? അത് സ്ട്രാസ്ബർഗർ ആണ്. 1875. ക്ലിയർ ആയോ ഈ 2 കാര്യങ്ങൾ? 2 കാര്യങ്ങളും പഠിച്ചിരിക്കാം. ജന്തുകോശങ്ങളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ചത് ഫ്ലെമിംഗ്, വർഷം 1879. സസ്യകോശങ്ങളിലെ മൈറ്റോസിസ് ആദ്യമായി കണ്ടെത്തിയത് അല്ലെങ്കിൽ ആദ്യമായി നിരീക്ഷിച്ചത് സ്ട്രാസ്ബർഗർ ആണ് 1875. ക്ലിയർ ആയല്ലോ അത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് ക്രമഭംഗം എന്താണ്, ഊനഭംഗം എന്താണെന്നൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ഏകകോശ ജീവികൾ എന്താണെന്ന് പഠിച്ചു, ബഹുകോശ ജീവികൾ. അതിന്റെ ഉദാഹരണം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോളുക. അടുത്തത് മൂലകോശങ്ങൾ അല്ലെങ്കിൽ വിത്തുകോശങ്ങൾ എന്താണ്, കോശചക്രം എന്താണ്, ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ ഒരു കോശം വിധേയമാകുന്ന മാറ്റങ്ങളെ പൊതുവെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പൊതുവെ കോശചക്രം എന്നാണ് പറയുന്നത്. പ്രോകാരിയോട്ടുകളിലെ കോശവിഭജന രീതി ദ്വിവിഭജനം, യൂകാരിയോട്ടുകളിലെ കോശവിഭജന രീതി ക്രമഭംഗവും ഊനഭംഗവും. ഇതിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് പുത്രികാ കോശങ്ങൾ. ദെൻ കോശ വിഭജനത്തിനായി തയ്യാറെടുക്കുന്ന ഘട്ടം ഏതാണ്? അത് ഇന്റർഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. കോശ വിഭജനത്തിന്റെ ഘട്ടത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ന്യൂക്ലിയസിന്റെ വിഭജനം അല്ലെങ്കിൽ മർമ്മ വിഭജനം, കാരിയോകൈനസിസ്, അല്ല എങ്കിൽ കോശദ്രവ്യ വിഭജനം അല്ലെങ്കിൽ സൈറ്റോകൈനസിസ്. പിന്നെ ഫ്ലെമിംഗും സ്ട്രാസ്ബർഗറും. ഈ 2 കാര്യങ്ങളും ഓർത്തിരിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു യൂകാരിയോട്ടിൽ നടക്കുന്ന സെൽ ഡിവിഷൻ ആണ് എന്ത്? ഊനഭംഗവും ക്രമഭംഗവും അല്ലെ? നമ്മൾ പറഞ്ഞായിരുന്നു ക്രമഭംഗവും ഊനഭംഗവും യൂകാരിയോട്ടുകളിൽ നടക്കുന്ന സെൽ ഡിവിഷൻ ആണ്. അപ്പൊ ഊനഭംഗം എന്ന് പറയുന്നത് എന്താണ്? മിയോസിസ് ആണ്. മറ്റേത് ക്രമഭംഗം എന്താണ്? മൈറ്റോസിസ് ആണ്. ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസിനെ പറ്റിയാണ്. എന്താണ് മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗം എന്ന് പറയുന്നത്? യൂകാരിയോട്ടിൽ നടക്കുന്ന ഒരു സെൽ ഡിവിഷൻ ആണ് ക്രമഭംഗം. ശരീരകോശങ്ങളിൽ നടക്കുന്ന കോശ വിഭജന രീതി. അപ്പം ക്രമഭംഗം എവിടെയാണ് നടക്കുന്നത്? ശരീരകോശങ്ങളിലാണ് നടക്കുന്നത്. ശരീരകോശങ്ങളിൽ നടക്കുന്ന കോശ വിഭജന രീതിയാണ് ഏത്? ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കോശം അല്ലെങ്കിൽ ഒരു സെല്ല്
അതിനകത്ത് 46 ക്രോമസോം ഉണ്ടെങ്കിൽ അത് രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള സെൽസ് ആയിട്ട് മാറും. ഒരു സെല്ല് ഡിവിഷൻ നടന്ന് രണ്ട് ഐഡന്റിക്കൽ സെൽസ് ഉണ്ടാവുന്നതാണ് എവിടെ? മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗം. അപ്പൊ രണ്ട് ഐഡന്റിക്കൽ സെൽസ് ഉണ്ടാകുമെങ്കിൽ ആ രണ്ട് ഐഡന്റിക്കൽ സെൽസിലും എത്ര ക്രോമസോം കാണും? 46 ക്രോമസോം വീതം കാണും. ക്ലിയർ ആയല്ലോ? അപ്പൊ ശരീരകോശങ്ങളിൽ നടക്കുന്ന കോശ വിഭജന രീതിയാണ് ക്രമഭംഗം. എങ്ങനെയാണ്? ഒരു സെല്ല് ഡിവിഷൻ ചെയ്ത് രണ്ട് ഐഡന്റിക്കൽ സെൽസ് ആയിട്ട് മാറുന്നതാണ് മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗം. അടുത്തത്, ഏകകോശ ജീവികളിൽ പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുന്ന കോശ വിഭജന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രമഭംഗമാണ്. എവിടെയാണ്? ഏകകോശ ജീവികളിൽ. അപ്പം ബഹുകോശം എവിടെയായിരിക്കും? ഊനഭംഗത്തിലാണ്. അപ്പൊ ക്രമഭംഗത്തിലാണ്. ഏകകോശ ജീവികളിൽ പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുന്ന കോശ വിഭജന രീതി ഏതാണ്? ക്രമഭംഗമാണ്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോണം. ശരീര വളർച്ചയെ സഹായിക്കുന്നതും കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതും, ടിഷ്യൂസിന്റെ കേടുപാടുകളെല്ലാം പരിഹരിക്കുന്നതും ഈ ക്രമഭംഗത്തിലാണ്, മൈറ്റോസിസിലാണ്. അതാണ് ഇതിന്റെ പ്രയോജനം. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പം ക്രമഭംഗം, മൈറ്റോസിസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ പറഞ്ഞു, ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിവിഷൻ നടന്ന് രണ്ട് ഐഡന്റിക്കൽ സെൽസ് ആയിട്ട് മാറുന്നു. ശരീരകോശങ്ങളിൽ നടക്കുന്ന കോശവിഭജന രീതിയാണ്. ശരീര വളർച്ചയെ സഹായിക്കുന്നു, കൂടാതെ കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പം ശാരീരിക വളർച്ച അല്ലെങ്കിൽ നോർമൽ ഗ്രോത്തിനെ സഹായിക്കുന്നത് ഏത് ഘട്ടമാണ്? ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് ആണ് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ മൈറ്റോസിസ് ആയാലും മിയോസിസ് ആയാലും ഇതിന് രണ്ടിനും പ്രധാനമായിട്ടും 4 സ്റ്റേജ് ആണുള്ളത്. മൈറ്റോസിസിനും മിയോസിസിനും 4 സ്റ്റേജ് ആണുള്ളത്. ഇതിൽ നമുക്ക് മൈറ്റോസിസിന്റെ സ്റ്റേജ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് ആണ് പ്രോഫേസ്. ഒന്നാമത്തെ സ്റ്റേജ് ഏതാണെന്ന് അറിയാമോ? പ്രോഫേസ് ആണ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് മെറ്റാഫേസ്. രണ്ടാമത്തെ സ്റ്റേജ് മെറ്റാഫേസ്. മൂന്നാമത്തെ ഫേസ് അനാഫേസ്. മൂന്നാമത്തെ സ്റ്റേജ് അനാഫേസ്. നാലാമത്തെ സ്റ്റേജ് ടീലോഫേസ്. അപ്പം പ്രധാനമായിട്ടും 4 സ്റ്റേജസ് ആണ് മൈറ്റോസിസിനകത്തും മിയോസിസിനകത്തും ഉള്ളത്. നമ്മൾ ഇവിടെ ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസിന്റെ കാര്യമാണ് പറയുന്നത്. എങ്ങനെയാണ്? ഒന്ന് പ്രോഫേസ്, രണ്ടാമത്തത് മെറ്റാഫേസ്, മൂന്നാമത്തത് അനാഫേസ്, നാലാമത്തത് ടീലോഫേസ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. മെയിൻ പോയിന്റ്സ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ആ മെയിൻ പോയിന്റ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ, അതാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് ആണ് പ്രോഫേസ് അല്ലെ? ഈ പ്രോഫേസിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട് അല്ലെ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തെ പറ്റി പഠിച്ചായിരുന്നു. ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന വല പോലുള്ളത് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്തായിട്ട് മാറുമെന്നറിയാമോ? ക്രോമസോമായിട്ട് മാറും. ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമായിട്ട് മാറുന്നതാണ് പ്രോഫേസിനകത്ത് നടക്കുന്നത്. അപ്പം പ്രോഫേസിനകത്ത് എന്താ നടക്കുന്നത്? ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്തുമായിട്ട് മാറും? ക്രോമസോമായിട്ട് മാറും. ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമായിട്ട് മാറുന്നതാണ് പ്രോഫേസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് മെറ്റാഫേസ്. ഈ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള മെറ്റാഫേസിൽ ഈ ഒരു ക്രോമസോം ഉണ്ടല്ലോ, നമുക്ക് ഈ ക്രോമസോം ക്ലിയർ ആയിട്ടല്ല അറേഞ്ച് ചെയ്തേക്കുന്നത്, അങ്ങും ഇങ്ങൊക്കെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഒരു മെറ്റാഫേസിൽ ഈ ക്രോമസോം ഇക്വിറ്റോറിയൽ അറേഞ്ച്മെന്റിലോട്ട് മാറും. ഇക്വിറ്റോറിയൽ അറേഞ്ച്മെന്റ് ആകുമ്പോൾ ഇക്വിറ്റോറിയൽ ഇത് വന്ന് കിടക്കും. ക്ലിയർ ആയോ? ഇക്വിറ്റോറിയൽ അറേഞ്ച്മെന്റിൽ കിടക്കും. മെറ്റാഫേസ് മനസ്സിലായല്ലോ? അടുത്തത് ഏതാണ്? അനാഫേസ് ആണ്. ഈ അനാഫേസ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജിൽ നടക്കുന്നത് നമ്മുടെ ഇവിടെ ഇക്വിറ്റോറിയൽ വന്ന് കിടക്കുന്ന ആ ഒരു ക്രോമസോം ഉണ്ടല്ലേ, ഈ ഇക്വിറ്റോറിയൽ വന്ന് കിടക്കുന്ന ക്രോമസോംസ് എവിടോട്ട് പോകും? ഈ ക്രൊമാറ്റിൻ, അതിന്റെ ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. ഈ ക്രൊമാറ്റിൻ അതിന്റെ പോൾസിലോട്ട് പോകും. അതിന്റെ ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതൊരു ക്രോമസോം ആണ് എങ്കിൽ ഇതിന്റെ രണ്ട് ഈ വാല് പോലെ കിടക്കുന്നതാണ് ക്രൊമാറ്റിൻ. ഈ ക്രൊമാറ്റിൻ എങ്ങോട്ട് പോകുമെന്നറിയാമോ? പോൾസിലോട്ട് പോകും. പോൾസിലോട്ട് പോകുമ്പോ ഒന്ന് ഇവിടെ 2 പോൾസിലായിട്ട് കിടക്കും. ക്ലിയർ ആയല്ലോ?
രണ്ട് പോൾസിലായിട്ട് കിടക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് അനാഫേസിനകത്ത്. അപ്പൊ പ്രോഫേസിനകത്ത് എന്ത് പറഞ്ഞു? പ്രോഫേസിനകത്ത് ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോം ആയിട്ട് മാറും. മെറ്റാഫേസിനകത്ത് ഈ ക്രോമസോം അതിന്റെ ഇക്വിറ്റോറിയലിലോട്ട് പോകും. അടുത്തത് ഇതിനകത്ത് ക്രൊമാറ്റിൻ ഉണ്ടല്ലോ, ക്രൊമാറ്റിൻ, ആ രണ്ട് വാല് പോലെ കിടക്കുന്ന ക്രൊമാറ്റിൻ, അത് അതിന്റെ പോൾസിലോട്ട് പോകും. ഗോസ് ടു ദി പോൾസിലോട്ട് പോകും. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? പോൾസിലോട്ട് പോകുന്നത് വരെ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത സ്റ്റേജ് ആണ് ടീലോഫേസ്. ഈ ടീലോഫേസിൽ എന്തായിരിക്കും? ഈ പോൾസിൽ കിടക്കുന്ന ക്രോമസോം ഉണ്ടല്ലേ, ആ ക്രോമസോമിന്റെ ക്രൊമാറ്റിൻ എന്തോ ആയിട്ട് മാറും? ക്രൊമാറ്റിൻ റെറ്റിക്കുലമായിട്ട് മാറും. ഇതിന്റെ ക്രൊമാറ്റിൻ എന്തോ ആയിട്ട് മാറും? ക്രൊമാറ്റിൻ റെറ്റിക്കുലമായിട്ട് മാറും. അപ്പൊ ഈ 4 സ്റ്റേജ് പഠിച്ചല്ലോ. മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗത്തിന്റെ സ്റ്റേജ് ആണ് നമ്മൾ പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ആണ്. 4 സ്റ്റേജ് ആണ്. ഒന്ന് പ്രോഫേസ്, ഇത്രയും പഠിച്ചാൽ മതി. പ്രോഫേസ് വരുമ്പോ എന്തായിരിക്കും? ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോം ആയിട്ട് മാറും. രണ്ടാമത്തത് മെറ്റാഫേസ് ആണ്. ഈ മെറ്റാഫേസിനകത്ത് എന്തോ ആയിരിക്കും സംഭവിക്കുന്നത്? മെറ്റാഫേസിനകത്ത് ഈ ക്രോമസോം എന്തോ ആയിട്ട് മാറും? ഇക്വിറ്റോറിയൽ അറേഞ്ച്മെന്റ് ആയിട്ട് മാറും. മൂന്നാമത്തത് അനാഫേസ് ആണ്. അനാഫേസില് ഈ ക്രോമസോമിന്റെ വാല് പോലുള്ളതാണ് ക്രൊമാറ്റിൻ. ഈ ക്രൊമാറ്റിൻ അതിന്റെ പോൾസിൽ അറേഞ്ച്മെന്റ് നടത്തും. അടുത്തത് ടീലോഫേസിൽ എന്താണ്? ക്രോമസോമിന്റെ ക്രൊമാറ്റിൻ റെറ്റിക്കുലമായിട്ട് മാറും. ഇതാണ് ഒരു സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ഡിവിഷൻ മുതൽ അടുത്ത വിഭജനം വരെ. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പം ഇതാണ് മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നോക്കിയേ, യൂക്കാരിയോട്ടുകളിൽ ഒരു മാതൃകോശം വിഭജിച്ച് 2 പുത്രികാകോശങ്ങളായിട്ടാണ് മാറുന്നത്. നമുക്കറിയാം, ഇവിടെ നമ്മൾ ക്രമഭംഗം പറഞ്ഞു. ക്രമഭംഗത്തിൽ എങ്ങനെയാണ്? യൂക്കാരിയോട്ടുകളിൽ ഒരു മാതൃകാകോശം വിഭജിച്ച് എന്തായിട്ട് മാറും? 2 പുത്രികാകോശങ്ങളായിട്ട് മാറും. ഈ 2 പുത്രികാകോശവും എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനം. അത് കഴിഞ്ഞിട്ട് ക്രോമസോം സംഖ്യയിൽ എന്ത് സംഭവിക്കില്ല? ഇതിന് മാറ്റം സംഭവിക്കില്ല. 46 തന്നെയാണ് അല്ലെ? 2n തന്നാണ്. പുത്രികാകോശങ്ങളുടെ എണ്ണം എത്രയാണ്? 2 എണ്ണമാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പം ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനമാണ്. ക്രോമസോം സംഖ്യയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? മാറ്റം ഉണ്ടാകുന്നില്ല. 2n തന്നാണ്. പുത്രികാകോശങ്ങളുടെ എണ്ണം എത്രയാണ്? 2 തന്നാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ മൈറ്റോസിസ് കണ്ടോ? നമ്മൾ ഇവിടെ പറഞ്ഞതാണ് മദർ സെല്ല്, റെപ്ലിക്കേഷൻ ഓഫ് DNA, ഇവിടെ ഒരു സെൽ ഡിവിഷൻ നടക്കും. ദെൻ കൂടാതെ 2 ഡോട്ടർ സെല്ലായിട്ട് ഇത് മാറും. ക്ലിയർ ആയല്ലോ? 2 പുത്രികാകോശങ്ങളായിട്ട് മാറും. അടുത്തത് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് ആണ്. എന്താണ് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയുന്നത്? മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗം, ഇതിനകത്ത് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ ക്രമഭംഗം പറഞ്ഞപ്പോൾ പറയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. സൊമാറ്റിക് സെൽ അല്ലെങ്കിൽ നോർമൽ സെല്ലിൽ നടക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. സൊമാറ്റിക് സെൽ അല്ലെങ്കിൽ നോർമൽ സെല്ലിൽ നടക്കുന്ന കോശവിഭജന രീതിയാണ് ഏത്? ക്രമഭംഗം എന്ന് പറയുന്നത്. എന്നാൽ ഊനഭംഗം എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആണ്. റിഡക്ഷൻ ഡിവിഷൻ. എന്തുകൊണ്ട് ഈ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നു നമ്മൾ ഇവിടെ പറയും. പ്രത്യുൽപാദന സെൽ അല്ലെങ്കിൽ ബീജകോശത്തിൽ നടക്കുന്നതാണ്. പ്രത്യുൽപാദന സെല്ലുകളിൽ അല്ലെങ്കിൽ ബീജകോശങ്ങളിൽ നടക്കുന്നതാണ് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ്. കണ്ടല്ലോ, ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതി ഏതാണ്? ഊനഭംഗമാണ്. അപ്പൊ ഊനഭംഗം ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതിയാണെന്ന് ഓർത്തിരിക്കുക. ലൈംഗികാവയവങ്ങളിലെ ബീജോത്പാദക കോശങ്ങളിൽ നടക്കുന്നത് ഏതാണ്? അതും ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് ആണ്. 46 ക്രോമസോമുകളുള്ള മനുഷ്യനിലെ ബീജോത്പാദക കോശം തുടർച്ചയായി വിഭജിക്കുന്നത് എത്ര തവണയാണ്? അത് 2 തവണയാണ്. നമുക്കറിയാം മെയിൽ ഫീമെയിൽ അല്ലെ? മെയിൽ ഫീമെയിൽ. ഈ മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് സ്പേം ആണ്. ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓവമാണെന്നറിയാലോ. മെയിൽ ഗമേറ്റ് സ്പേമും ഫീമെയിൽ ഗമേറ്റ് ഓവമാണ്. ഈ മെയിൽ ഗമേറ്റ് സ്പേം 23 എണ്ണമാണ്. ക്രോമസോം സംഖ്യ 23 ആണ്.
ഓവവും എത്രയാണ് 23 എണ്ണമാണ് എങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്ന് എത്ര സൈഗോട്ട് ആണ് ഫോം ചെയ്യുന്നത്? 46 സൈഗോട്ട് ആണ് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് സ്പേം, ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് ഓവം. ഇത് രണ്ടിന്റെ ക്രോമസോം 23 ആണ് പ്ലസ് എക്സ് ഓഫ് വൈ. ഇതിനകത്ത് സൈഗോട്ട് കൂടെ ഫോം ചെയ്യുമ്പോൾ എത്ര ക്രോമസോം ആണ് വരുന്നത്? ഇത് രണ്ടും കൂടെ ചേർന്ന് സൈഗോട്ട് ഫോം ചെയ്യുമ്പോൾ എത്ര ആണ്? 46 ക്രോമസോം ആണ് വരുന്നത് അല്ലേ? അപ്പം ഈ 46 കോശങ്ങളാണ് എങ്കിൽ മറ്റേതിനകത്ത് നമ്മൾ പറഞ്ഞു 46. ഇവിടെ പറയുന്നത് മൈറ്റോസിസ് ആണ്. മൈറ്റോസിസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു 46 ക്രോമസോം ഉള്ള ഒരു സെല്ലാണ് എങ്കിൽ, ഒരു സെൽ എടുക്കുകയാണെങ്കിൽ അത് രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ളതായിട്ട് മാറും അല്ലെ? രണ്ട് ഐഡന്റിക്കൽ സെല്ലായിട്ട് മാറും. എന്നാൽ മിയോസിസ് എടുക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ്? 46 ക്രോമസോം ഉള്ള ഒരെണ്ണം സെൽ എടുക്കുകയാണെങ്കിൽ അത് ഹാഫ് ആയിട്ട് റിഡക്ഷൻ ഡിവിഷൻ നടക്കും, 23 ക്രോമസോം ആയിട്ട് മാറും. റിഡക്ഷൻ ഡിവിഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ 46 ക്രോമസോമുകളുള്ള മനുഷ്യനിലെ ബീജോത്പാദക കോശം തുടർച്ചയായി വിഭജിക്കുന്നത് എത്ര തവണയാണ്? 2 തവണയാണെന്ന് ഓർത്തിരിക്കുക. ഊനഭംഗത്തിലെ വിഭജനങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഊനഭംഗം 1ഉം ഊനഭംഗം 2ഉം, അല്ലെങ്കിൽ മിയോസിസ് ഫസ്റ്റ് മിയോസിസ് സെക്കൻഡ്, ഇങ്ങനെയാണ് രണ്ടായിട്ട് അറിയപ്പെടുന്നത്. 2 തവണയാണ് ബീജോത്പാദക കോശം തുടർച്ചയായിട്ട് വിഭജിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അതിനകത്ത് പ്രോഫേസ് 1 കണ്ടല്ലോ, 5 സബ്ഫേസസ് ഉണ്ട്. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്വിറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനീസ്. നമ്മൾ ഇതാണ് നമുക്കിവിടെ ആവശ്യം. ഈ ഒരു സ്റ്റേജ് ആണ് ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് മിയോസിസിലെ ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രോഫേസിന് 5 സബ് സ്റ്റേജുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. 5 സബ് സ്റ്റേജുകൾ ഉണ്ട്. ആ 5 സബ് സ്റ്റേജുകളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 5 സ്റ്റേജുകളും ഇമ്പോർട്ടന്റ് ആണ്, ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം പ്രോഫേസ് 1-നകത്ത് നമ്മൾ പറഞ്ഞു 5 സബ് സ്റ്റേജ്. അതിനകത്ത് ഒന്നാമത്തതാണ് ലെപ്റ്റോട്ടിൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെപ്റ്റോട്ടിൻ. ഒന്നാമത്തതാണ് ലെപ്റ്റോട്ടിൻ. ഈ ലെപ്റ്റോട്ടിന് മുമ്പ് ക്രോമസോം എങ്ങനെയാണെന്ന് അറിയാമോ? ക്രോമസോം സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. എപ്പോൾ? ലെപ്റ്റോട്ടിന് മുമ്പ് ക്രോമസോം എങ്ങനെയാണ് കിടക്കുന്നത്? ക്രോമസോം സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ ലെപ്റ്റോട്ടിനകത്ത് എങ്ങനെയാണ് എന്നറിയണമല്ലോ. ഈ ലെപ്റ്റോട്ടിനകത്ത് അടുത്തടുത്ത് വരും ക്രോമസോംസ്, അടുത്തടുത്ത് വരും. അല്ലെങ്കിൽ കോമ്പാക്ടേഷൻ, ആ ഒരു വേർഡ് ഓർത്തിരുന്നാൽ മതി. കോമ്പാക്ടേഷൻ നടക്കുന്നത് എവിടെയാണ്? ലെപ്റ്റോട്ടിനാണ്. അങ്ങനെയെങ്കിൽ ലെപ്റ്റോട്ടിനകത്ത് എന്താണ് പറയുന്നത്? ക്രോമസോംസ് അടുത്തടുത്ത് വരുന്ന സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടിൻ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് പഠിച്ചു, ലെപ്റ്റോട്ടിൻ, കോമ്പാക്ടേഷൻ. ആ ഒരു വേർഡ് ഓർത്തിരുന്നാൽ മതി. ചിതറിക്കെടുക്കുന്നത് എങ്ങനെ വരും? അടുത്തടുത്ത് വരുന്നതിനെയാണ് കോമ്പാക്ടേഷൻ എന്ന് പറയുന്നത്. കോമ്പാക്ടേഷൻ, ലെപ്റ്റോട്ടിൻ. ഒന്നാമത്തെ സ്റ്റേജ് പഠിച്ചല്ലോ. 5 സബ് സ്റ്റേജ്, അതിൽ ഒന്നാമത്തെ സ്റ്റേജ് പഠിച്ചു. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റേജ് ആണ് സൈഗോട്ടിൻ. സൈഗോട്ടിൻ എന്ന് പറയുമ്പം ഈ അടുത്തടുത്ത് വരുന്ന ക്രോമസോം എന്തായിട്ട് മാറുമെന്നറിയാമോ? പെയർ ആയിട്ട് മാറും. അടുത്തടുത്ത് വരുന്ന ക്രോമസോം എന്തായിട്ട് മാറും? പെയർ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ കോമ്പാക്ടേഷൻ ആണ് വരുന്നെങ്കിൽ ഇവിടെ എന്ത് വരും? പെയറിങ് വരും. കോമ്പാക്ടേഷൻ, പെയറിങ്. ഈ 2 സംഭവങ്ങൾ പഠിച്ചല്ലോ. സബ്സ്റ്റേജിനകത്ത് 2 എണ്ണമാണ്, ലെപ്റ്റോട്ടിനും സൈഗോട്ടിനും. അടുത്തതാണ് പാക്വിറ്റിൻ. എന്താണ് പാക്വിറ്റിൻ എന്ന് പറയുന്നത്? പാക്വിറ്റിൻ ആണ് മിക്കവാറും എല്ലാം എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. ക്രോസിംഗ് ഓവർ, അത് ഓർത്താ മതി. ക്രോസിംഗ് ഓവർ, CO എന്ന് എഴുതിയിരിക്കുന്നത് ക്രോസിംഗ് ഓവർ ആണെന്ന് ഓർത്തിരിക്കുക. ഈ ഒരു പെയറിനകത്ത് ക്രൊമാറ്റിൻ ഉണ്ടല്ലോ. ക്രൊമാറ്റിൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു മുമ്പേ. ആ ഒരു ക്രോമസോമിന്റെ വാല് പോലുള്ള ആ ഒരു ഭാഗമാണ് ക്രൊമാറ്റിൻ. ഈ ക്രൊമാറ്റിൻ എന്ത് ചെയ്യുന്നറിയാവോ? ക്രോസിംഗ് ഓവർ ചെയ്യും. മറ്റേതുമായിട്ട്, ആ പെയർ ആയിട്ടുള്ളതുമായിട്ട് എന്ത് ചെയ്യും? ക്രോസിംഗ് ഓവർ ചെയ്യും, അല്ലെങ്കിൽ അടുത്തടുത്ത് വരും, അല്ലെങ്കിൽ ക്രോസ് ഓവർ ചെയ്യും. അപ്പം പാക്വിറ്റിനകത്ത് വരുന്നത് എന്താണ്? ക്രോസിംഗ് ഓവർ ആണ്. ക്രൊമാറ്റിന്റെ ക്രോസിംഗ് ഓവർ ആണ് പാക്വിറ്റിനകത്ത് വരുന്നത്. അടുത്തത് ഡിപ്ലോട്ടിൻ ആണ് അല്ലെ. ഈ ഡിപ്ലോട്ടിനകത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടല്ലോ, ഈ ഒരു എക്സ് ഷേപ്പ്. ഈ ഒരു എക്സ് ഷേപ്പ് അല്ലെങ്കിൽ കയാസ്മാറ്റ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ
അവിടെ ആ ഒരു എക്സ് ഷേപ്പ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഇവിടെ ഒരു ആ ഒരു എക്സ് ഷേപ്പ് ഇതാ ഈ ഒരു എക്സ് ഷേപ്പ് ഫോം ചെയ്യുന്നതിനെയാണ് കയാസ്മാറ്റ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്ലോട്ടിനകത്താണ് എന്തുണ്ടാകുന്നത്, കയാസ്മാറ്റ ഫോർമേഷൻ ഉണ്ടാകുന്നത്. അടുത്തതാണ് ഡയാകൈനേസ്. ഡയാകൈനേസിനകത്ത് എന്താണ് വരുന്നത്, ടെർമിനേഷൻ ഓഫ് കയാസ്മാറ്റ. ടെർമിനേഷൻ ഓഫ് കയാസ്മാറ്റ അല്ലെങ്കിൽ ഈ ഒരു കയാസ്മാറ്റ വിട്ടുപോകും. ഇതിനകത്തുനിന്ന് വിട്ടുപോയിട്ട് വീണ്ടും എന്തായിട്ട് തന്നെ മാറും, ആ ഒരു ക്രോമസോം അങ്ങനെ തന്നെ വരും. അപ്പം ക്രോസിംഗ് ഓവറിനകത്ത് വരുന്നത് ഏത് ഭാഗത്താണ് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഏതാണ്, പാക്കറ്റിൻ ആണ്. അപ്പൊ ഓരോന്നിന്റെയും ഒന്ന് ഓർത്തിരിക്കാം. പ്രോഫേസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്തോത്തിന്റെ, മിയോസിസിന്റെ പ്രോഫേസ് ഫസ്റ്റ് ആണ് പറയുന്നത്. 5 സ്റ്റേജ് ആണ് അതിനകത്ത് വരുന്നത്. സബ് സ്റ്റേജസ് വരുന്നത്, ഒന്ന് ലെപ്റ്റോട്ടിൻ. ലെപ്റ്റോട്ടിനകത്ത് വരുന്നത് എന്താണ്, ക്രോമസോം. ലെപ്റ്റോട്ടിന് മുമ്പ് ക്രോമസോം എന്താണ്, സ്കാറ്റേർഡ് ആയിട്ട് കിടക്കാണ്, അങ്ങും ഇങ്ങോട്ട് കിടക്കാണ്. ലെപ്റ്റോട്ടിൻ ആവുമ്പോൾ അത് എന്തായിട്ട് മാറും, അത് ആ ചിതറി കിടക്കുന്നതിനെല്ലാം കോമ്പാക്ടേഷൻ നടക്കും. എന്ന് വെച്ചാൽ അടുത്തടുത്തതിനെ ഇരുത്തും. അടുത്തത് സൈഗോട്ടിൻ. സൈഗോട്ടിൻ ആവുമ്പോ ഈ അടുത്തടുത്തിരിക്കുന്ന ഓരോ ക്രോമസോം ഉണ്ടല്ലോ അതിനെ അങ്ങ് പെയർ ആക്കും. അപ്പൊ പെയറിംഗ് നടക്കുന്നത് എവിടെയാണ്, സൈഗോട്ടിനകത്താണ്. അടുത്ത പാക്കിറ്റിൻ. അപ്പൊ ഈ അടുത്തടുത്തിരിക്കുന്ന എന്ത് ചെയ്യും, അങ്ങ് ക്രോസിംഗ് ഓവർ ചെയ്യും. ക്രോസിംഗ് ഓവർ എവിടെയാണ് നടക്കുന്നത്, പാക്കിറ്റിനകത്താണ്. അടുത്ത ഡിപ്ലോട്ടിൻ. ഡിപ്ലോട്ടിനകത്ത് എന്താണ് വരുന്നത്, കയാസ്മാറ്റ. കയാസ്മാറ്റ വരുന്നത് എവിടെയാണ്, ഡിപ്ലോട്ടിനകത്താണ്. അടുത്ത ഡയാകൈനേസിസ്. ഡയാകൈനേസിനകത്ത് വരുന്നത് എന്താണ്, ടെർമിനേഷൻ ഓഫ് കയാസ്മാറ്റ. ടെർമിനേഷൻ ഓഫ് കയാസ്മാറ്റ വരുന്നത് എവിടെയാണ്, ഡയാകൈനേസിനകത്താണ്. ഇമ്പോർട്ടന്റ് ആണ് ഈ സ്റ്റേജസ്, എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഡിഗ്രി ലെവൽ എക്സാംസിന് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ബാക്കിയുള്ളതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയും ഭാഗങ്ങൾ പഠിച്ചിരിക്കുക. അപ്പൊ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനേസിസ്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതാണ്, ഊനഭംഗമാണ്. ക്രമഭംഗത്തിനകത്ത് 5 സ്റ്റേജ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇതിനകത്ത് തന്നെ ആ ഒരു സെയിം സംഭവം തന്നെയാണ് മിയോസിസിനകത്തും. അതിനകത്ത് ഫസ്റ്റ് സ്റ്റേജിനകത്ത് 5 സബ് ഡിവിഷൻ വരുന്നുണ്ട്. ആ 5 സബ് ഫേസസ് അല്ലെങ്കിൽ സബ് ഡിവിഷൻ ആണ് നമ്മളിവിടെ പറഞ്ഞ. ഒന്ന് ലെപ്റ്റോട്ടിൻ, രണ്ടാമത്തത് സൈഗോട്ടിൻ, മൂന്നാമത്തത് എന്തായിരുന്നു, ക്രോസിംഗ് ഓവർ വരുന്നത് പാക്കറ്റിൻ, നാലാമത്തത് ഏതായിരുന്നു, ക്രയാസ്മാറ്റ. ക്രയാസ്മാറ്റ വരുന്നത് എവിടെയാണ്, ഡിപ്ലോട്ടിൻ, ദെൻ ഡയാകൈനേസിസ്. ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ ക്രോമസോം സംഖ്യ പകുതിയാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഊനഭംഗം 1-ലാണ്. മിയോസിസ് ഫസ്റ്റിലാണ് ക്രോമസോം സംഖ്യ പകുതിയാകുന്നത്. തൽഫലമായി ക്രോമസോമുകൾ വീതമുള്ള 2 പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ഊനഭംഗം 2 അല്ലെങ്കിൽ മിയോസിസ് 2 എന്താണ് നടക്കുന്നത്, ഓരോ പുത്രികാകോശവും വീണ്ടും വിഭജിക്കുന്നു. ഈ വിഭജനത്തിൽ ക്രോമസോം സംഖ്യയിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഇനി ക്രമഭംഗത്തിന്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ക്രമഭംഗത്തിന് സമാനമായ ഊനഭംഗം ഏതാണ്, ഊനഭംഗം 1 കേട്ടോ. ക്രമഭംഗത്തിന് സമാനമായ ഊനഭംഗം 1. ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസമില്ലാത്ത വിഭജനം ഏതാണ്, അത് ഊനഭംഗം 2-ലാണ്. ക്രമഭംഗത്തിന് സമാനമായ ഊനഭംഗം ചോദിച്ചു കഴിഞ്ഞാൽ ഊനഭംഗം 1. എന്നാൽ ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസമില്ലാത്ത വിഭജനം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് ഊനഭംഗം 2-ആണ്. ഇനി പുത്രികാകോശങ്ങളുടെ എണ്ണം എത്രയാണ്, ഇവിടുത്തെ പുത്രികാകോശങ്ങളുടെ എണ്ണം എത്രയാണ്, 4-ആണ്. ഊനഭംഗത്തിൽ എത്രയായിരുന്നു, ഊനഭംഗത്തിൽ 4-ആണ്. ക്രമഭംഗത്തിൽ എത്രയാണ്, 2-ആണ് എന്ന് ഓർത്തിരിക്കുക. കണ്ടല്ലോ, മൈറ്റോസിസ്, മിയോസിസ് എങ്ങനെയാണ് 2ഉം 4ഉം വന്നതെന്ന് കണ്ടോ. മൈറ്റോസിസില് പേരന്റ് സെല്ല് DNA റെപ്ലിക്കേഷൻ വഴി 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറും അല്ലെ, 2 ഐഡന്റിക്കൽ സെൽസ് ആയിട്ട് മാറും. അതാണ് മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗം എന്ന് പറയുന്നത്. ക്രമഭംഗം. അടുത്തത് മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗം. എങ്ങനെയാണ് ഊനഭംഗത്തിൽ വരുന്നത്, പേരന്റ് സെൽസ് DNA റെപ്ലിക്കേഷൻ വഴി 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. ഈ 2 ഡോട്ടർ സെൽസ് വീണ്ടും വിഭജിച്ച് 4 ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. അതാണ് പറഞ്ഞത് ക്രമഭംഗത്തിൽ എത്ര പുത്രികാകോശങ്ങൾ വരുന്നുണ്ട്, 2 പുത്രികാകോശങ്ങളാണ്. എന്നാൽ പുത്രികാകോശങ്ങളുടെ എണ്ണം ഊനഭംഗത്തിൽ എത്രയാണ്, 4 എണ്ണമാണ് എന്ന് ഓർത്തിരിക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ നമ്മൾ പഠിച്ചത് മുമ്പ് പഠിച്ച സെയിം കാര്യങ്ങളാണ്. ക്രോമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകൾ ആകുന്ന ഘട്ടം ഏതാണ്, ക്രോമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകൾ ആകുന്ന ഘട്ടം. നിങ്ങൾ ആ ഒരു ഇത് വായിക്കാതെ അതിനൊന്ന് ഉത്തരം പറയാൻ നോക്കിയേ. നമ്മൾ പറഞ്ഞു ക്രോമാറ്റിൻ റെറ്റിക്കുലം
ക്രോമസോം ആയിട്ട് മാറുന്നു. ഏത് ഘട്ടമാണ്? ഫസ്റ്റ് സ്റ്റേജ് ആണ് അല്ലെ, പ്രോഫേസിനകത്താണ്. അപ്പൊ ക്രോമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകൾ ആകുന്ന ഘട്ടം പ്രോഫേസ്. അടുത്തത് ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കപ്പെടുന്ന ഘട്ടം. നിരനിരയായി ക്രമീകരിക്കപ്പെടുന്ന ഘട്ടം, നേരെ വരുന്ന ഘട്ടം ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? നിരനിരയായിട്ട് അതിന്റെ ഇക്വിറ്റോറിയലിൽ വരുന്ന ഘട്ടം മെറ്റാഫേസ് ആണ്. ഏതാ? മെറ്റാഫേസ്. അങ്ങനെയെങ്കിൽ ക്രോമസോമിന്റെ ക്രോമാറ്റിഡുകൾ വേർപിരിഞ്ഞ് ഓരോ ക്രോമാറ്റിഡുകളും പുത്രികാ ക്രോമസോമുകളായി ഇരു ധ്രുവങ്ങളിലേക്കും നീങ്ങുന്ന ഘട്ടം. നമ്മൾ പറഞ്ഞു ക്രോമസോംസ് അതിന്റെ പോൾസിലോട്ട്, ക്രോമാറ്റിനത്തിന്റെ പോൾസിലോട്ട് പോകുന്ന ഘട്ടം ഏതായിരുന്നു? അനാഫേസ്. അങ്ങനെയെങ്കിൽ ഇരു ധ്രുവങ്ങളിലേക്കും നീങ്ങിയ ക്രോമസോമുകൾ ക്രോമാറ്റിൻ ജാലികയായിട്ട് മാറുന്ന ഘട്ടമാണ് ഏത്? ടീലോഫേസ്. 4 സ്റ്റേജ് പഠിച്ചല്ലോ. 4 സ്റ്റേജ് പഠിച്ചേ മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗത്തിലെ 4 സ്റ്റേജസ്. പ്രോഫേസ് എന്താണ്? ക്രോമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് മാറുന്നു. മെറ്റാഫേസ് ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്ത് നിലനിൽക്കുന്നു. അടുത്ത അനാഫേസ് ക്രോമാറ്റിൻ എങ്ങോട്ട് പോകുന്നു? പോൾസിലോട്ട് പോകുന്നു. അടുത്ത ടീലോഫേസ് എന്താണ്? ആ നേരത്തെ ആയിട്ടുള്ള ക്രോമാറ്റിൻ ജാലികയായിട്ട് അത് മാറുന്നു. ഇരു ധ്രുവങ്ങളിലേക്കും നീങ്ങിയ ക്രോമസോമുകൾ ക്രോമാറ്റിൻ ജാലികയായിട്ട് മാറുന്നു. ഇനി പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പുത്രികാ കോശങ്ങൾ അല്ലെങ്കിൽ പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന ഘട്ടം. പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന ഘട്ടമാണ് ടീലോഫേസ്. പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന ഘട്ടം ഏതാണ്? ടീലോഫേസ് ആണ്. ഡോട്ടർ സെൽസ് ഉണ്ടാകുന്നത്, ഡോട്ടർ ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് എവിടെയാണ്? ടീലോഫേസിലാണ്. ന്യൂക്ലിയസിന്റെ വിഭജനം പൂർത്തിയാകുന്നതോടെ ഓരോ കോശത്തിലും ഉണ്ടാകുന്ന ന്യൂക്ലിയസിന്റെ എണ്ണം എത്രയാണെന്നറിയാമോ? അത് 2 ആണെന്ന് ഓർത്തിരിക്കുക. ന്യൂക്ലിയസിന്റെ വിഭജനം പൂർത്തിയാകുന്നതോടുകൂടി ഓരോ കോശത്തിലും ഉണ്ടാകുന്ന ന്യൂക്ലിയസിന്റെ എണ്ണം എത്രയാണ്? അത് 2 എണ്ണമാണ്. ന്യൂക്ലിയസ് വിഭജനത്തിന് ശേഷം നടക്കുന്ന കോശ വിഭജന ഘട്ടം, അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. മർമ്മ വിഭജനത്തിന് ശേഷം നടക്കുന്ന എന്താണ്? കോശദ്രവ്യ വിഭജനമാണെന്ന് പറഞ്ഞു അല്ലെ. ന്യൂക്ലിയസ് വിഭജനത്തിന് ശേഷം നടക്കുന്നത് ഏതാണ്? കോശദ്രവ്യ വിഭജനമാണ്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, മുറിഞ്ഞു മാറൽ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡി ചേരുകയും ക്രോമസോമിന്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് മുറിഞ്ഞുമാറൽ. ഈ മുറിഞ്ഞുമാറൽ മിയോസിസിന്റെ ഏത് സബ്ഫേസിലാണ് വരുന്നത്? പാക്കറ്റിനകത്താണ് വരുന്നത്. പാക്കറ്റിനകത്താണ് ക്രോമാറ്റിന്റെ ക്രോസിംഗ് ഓവർ വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തില് ക്രോമസോമുകൾ ജോഡി ചേരുകയും ക്രോമസോമിന്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ മുറിഞ്ഞുമാറൽ എന്ന് പറയുന്നത്. കണ്ടോ? പ്രോഫേസ് ഫസ്റ്റ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ക്രോമാറ്റിൻ ജാലിക അല്ലെ എന്തോ ആയിട്ട് മാറും? ക്രോമസോം ആയിട്ട് മാറും. ഈ ക്രോമസോം എന്തോ ആയിട്ട് മാറും? ഇത് ഊനഭംഗത്തിലാണ് പറഞ്ഞത് നമ്മൾ. പ്രോഫേസ് ആദ്യം നമ്മൾ പറഞ്ഞ ആ മെറ്റാഫേസിന്റെ അല്ലെങ്കിൽ ക്രമഭംഗത്തിന്റെ സെയിം സംഭവം തന്നെയാണ് ഈ മിയോസിസിനകത്തും വരുന്നത്. അതിനകത്ത് സബ് ഡിവിഷൻ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. പ്രോഫേസ് സെക്കൻഡ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഊനഭംഗം 2ന്റെ ഘട്ടങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ മിയോസിസ് 1-നകത്തും മിയോസിസ് 2-നകത്തും നമുക്കറിയാം കോശ വിഭജനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഘട്ടമാണ് ഈ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പ്രോഫേസ് 1, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, സൈറ്റോകൈനേസിസ്. സൈറ്റോകൈനേസിസ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസിന്റെ വിഭജനമാണ്. അങ്ങനെയെങ്കിൽ കോശദ്രവ്യ വിഭജനത്തിനെ പറയുന്ന പേരെന്താണ്? സൈറ്റോകൈനേസിസ് എന്നാണ്. സൈറ്റോകൈനേസിസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നമ്മൾ കോശ വിഭജനത്തെ പറ്റി ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഓർക്കുക, എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടാണ് മിയോഫേസിലെ ഫസ്റ്റ്, പ്രോഫേസ് ഫസ്റ്റിലെ സബ് സ്റ്റേജസ് ചോദിക്കും. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. ദെൻ ഓരോന്നിന്റെയും ഇമ്പോർട്ടൻസ് ഓർക്കുക. ഇതിനകത്ത് കൂടുതലും ചോദിച്ചിട്ടുള്ളതാണ് നോർമൽ ഗ്രോത്ത് അല്ലെങ്കിൽ കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്ന ഘട്ടം ഏതാണ്? ക്രമഭംഗമാണ് അല്ലെങ്കിൽ മൈറ്റോസിസ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.